2008 ജൂൺ 19 എറണാകുളത്ത് സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ രൂപം കൊടുത്ത കൂട്ടായ്മയാണ് 2 മാസങ്ങൾ കൊണ്ട് ഫെഫ്ക എന്ന വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി വളർന്നത്. കേരളത്തിന്റെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിലെ മറ്റൊരു സുവർണ അധ്യായത്തിന്റെ പിറവിയായിരുന്നു അത്. ഫെഫ്കയുടെ മജ്ജയും രക്തവുമായ എന്റെ തൊഴിലാളി സുഹൃത്തുക്കൾ, നമുക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കാം. കാരണം 1 വർഷം എന്ന തീരെ ചെറിയൊരു കാലയളവ് കൊണ്ട് ഫെഫ്ക നേടിയിരിക്കുന്ന നേട്ടങ്ങൾ അവിശ്വസനീയമാണ്. ഇപ്പോൾ ഐഫിന്റെ അംഗീകാരം വാങ്ങിച്ചു. ഒരു സിസ്റ്ററിനോട് ഫോൺ ചെയ്ത് സുഖിനും എന്തുകൊണ്ട് ഇതിന് ശാശ്വത തൊഴിലാളി സംഗമം എന്ന് പേര്? ഞങ്ങൾ കലാകാരന്മാരാണ്, സിവിൽ കോടതിയിലെ ഞങ്ങൾ കലാകാരന്മാരാണ്, ഞങ്ങൾ തൊഴിലാളികളാണ് വരുന്നത് കഴിയുകയുള്ളൂ. ആദ്യം സരോവരത്തിൽ നമ്മളൊരു തൊഴിലാളി സംഘടനയാണ് സ്വീകരിച്ചത്. നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും അഭിമാനപൂർവ്വം പറയേണ്ട ഒരു പദമാണ് തൊഴിലാളി എന്ന്. നമ്മൾ ഓരോരുത്തരും തൊഴിലാളികളാണ്. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ മൗലികമായി നമ്മുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ധാർമ്മികമായ ധൈര്യം ഉണ്ടാകും. കോവിഡ് കാലത്ത് 2 കോടിയിലേറെ രൂപയാണ് അംഗങ്ങൾക്കായി ഫെഫ്ക ചെലവിട്ടത്. അവർക്ക് അവശ്യ മരുന്നുകൾ തുടർച്ചയായി നൽകിയ ഇന്ത്യൻ സിനിമയിലെ ഏക തൊഴിലാളി സംഘടനയാണിത്. അടച്ചിരിപ്പിന്റെ പട്ടിണിക്കാലത്ത് തൊഴിലാളികൾ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മാനവികത എന്ന മതത്തെ ഉദ്ഘോഷിക്കുകയായിരുന്നു ഫെഫ്ക. വിയർപ്പ് തുള്ളികളുടെ വിലയറിയുന്ന ഫെഫ്കയിലെ തൊഴിലാളി സംഘടനകൾ അവരുടെ പരിമിതമായ സ്രോതസ്സുകളിൽ നിന്ന് സ്വരുക്കൂട്ടിയ നന്മയുടെ കരുതൽ ശേഖരത്തെയാണ് ഈ ക്ഷേമ പദ്ധതികൾ ആശ്രയിക്കുന്നത്. ചേർത്ത് പിടിക്കലിന്റെയും കൈത്താങ്ങിന്റെയും ഉജ്ജ്വല ചരിത്രത്തിലെ ഏറ്റവും പുതിയതും മാതൃകാപരവുമായ ചുവടുവയ്പ്പാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത് പാരസ്പര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉജ്ജ്വല വിജയം. ഫെഫ്കയുടെ മുദ്രയ്ക്ക് താഴെ തിളങ്ങി നിൽക്കുന്ന 3 വാക്കുകൾ അധ്വാനിക്കുന്നവരുടെ വിമോചന മന്ത്രങ്ങളാണ്: സമത്വം, സംഘബോധം, സമർപ്പണം. 6 മാസം കൊണ്ട് 2000-ൽ അധികം ആളുകൾ അംഗങ്ങളായി മാറിയ ഒരു ട്രേഡ് യൂണിയൻ ടെലിവിഷൻ രംഗത്ത് ഉണ്ടായി എന്നുള്ളത്, ഈ രംഗത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം, കാലം ആവശ്യപ്പെടുന്ന പ്രവർത്തനം എത്രത്തോളം നീട്ടിവെക്കപ്പെട്ടു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.